പ്രിയമുള്ളവരെ, ജംഗ്ഷൻ മുഹമ്മദിലെ ഡോക്ടർ അനിൽ മുഹമ്മദ് വല്ലാത്ത ധാർമ്മിക രോഷത്തിൽ ഇങ്ങനെ ആളിക്കത്തുകയാണ്. ഈ ധാർമ്മിക രോഷം എത്ര ഉണർന്നാലും വിശ്വപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ആ ചിരി കൊണ്ടാണ് അതിനെ നേരിടുന്നത്. അതിലൊരാശ്വാസം. കാരണം ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള ഈ സദാചാരവാദിയുടെ അതിശക്തമായ ഒരു പ്രതിഷേധമോ ആഞ്ഞടിക്കലോ ഒക്കെയാണ് കാണുന്നത്. ഇതിനു മുമ്പ് ആഞ്ഞടിക്കുക മാത്രമല്ല, ആളിക്കത്തി ആത്മാർത്ഥമായി നിന്ന് പുകഞ്ഞ ഒരാൾ പ്രിയപ്പെട്ട അലിയാർ കാസിമിയാണ്. കാസിമിയെ ആസ്പദമാക്കി ഞാൻ സമസ്വഭാവമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ അദ്ദേഹത്തെ ഇവിടെ അങ്ങനെ പരാമർശിക്കുന്നത് അത്ര അത്യാവശ്യമില്ല. ഏതായാലും ഇസ്ലാമിസ്റ്റുകളിലെ ഇത്തരം സദാചാരവാദികൾ നിൽക്കക്കളിയില്ലാത്തൊരു നിലയിൽ സദാചാരബോധത്തിൻ്റെ ആ തീവ്രതയിൽ അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എനിക്കൊന്ന് ഇവരെ ആത്മഹത്യയൊന്ന് തോന്നുന്നു. കാരണം ഈ നാട് മുഴുവൻ നശിക്കുന്നു, ഈ മ്ലേച്ഛത ഇങ്ങനെ പെരുകിക്കഴിഞ്ഞാൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളൊരു അഭിമാനബോധവും ഈ ധാർമ്മികമായ ആ രോഷവും ഇവരുടെയൊക്കെ മുഖത്ത് നന്നായിട്ട് പ്രകടമാണ്. എന്നാൽ അധികം പുതുമയില്ലാത്ത ഒരു പ്രമേയം കൊണ്ട് ഞാൻ അനിൽ മുഹമ്മദിനെ ഒന്ന് നേരിടാൻ ആഗ്രഹിക്കുന്നു. കാരണം അനിൽ മുഹമ്മദ് ഈ ആവശ്യമില്ലാത്ത വിഷയത്തിലെല്ലാം കയറി പിടിച്ച് സ്വയം എളിഭ്യനാകുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ എത്ര നാണം കെട്ടാലും അത് നാണക്കേടാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ അദ്ദേഹം തൻ്റെ ആ വിശ്വപ്രസിദ്ധമായ ചിരി കൊണ്ട് ഇത്തരത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. ഈ തൊലിക്കട്ടിക്ക് നമ്മൾ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിലെ ഷംസുൽ ഉലമ, വീരകസരി, ഒരു പണ്ഡിതൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക, ധാർമ്മിക രോഷം കൊള്ളാവുന്ന ഒരു പ്രമേയവും നിങ്ങളുടെ ആ ചിരിയും ഒന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ഒന്ന് ഊർജ്ജസ്വലമാക്കാം. ഞാനിവിടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട എം അക്ബർ സാഹിബിനെയാണ്. വരട്ടെ എം അക്ബർ സാഹിബ്. അങ്ങനെയാണ് സൈനബും സയ്യിദും റളിയല്ലാഹു അൻഹുമ തമ്മിൽ വിവാഹിതരാകുന്നത്. ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കുകയും ചെയ്തു. നമ്മൾ ഏതെങ്കിലും ഗ്രേഡഡ് ആയിട്ടുള്ളൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് മുഹമ്മദിലെ സദാചാര വിരുദ്ധതകൾ ചൂണ്ടിക്കാണിച്ചാൽ അനിൽക്കുടത്തോട്ടം തെറി പറയുന്നു എന്ന് കമൻ്റ് ഇടുകയും അതേപ്പറ്റി അങ്ങനെ നിർണയം നടത്തുകയും ചെയ്യുന്ന ആളുകളുടെ ഗണത്തിലാണ് നമ്മുടെ അനിൽ മുഹമ്മദ് ഉള്ളത്. എൻ്റെ വീഡിയോ പതിവ് പോലെ തെറിയാണെന്ന് മിക്കവാറും ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഞാൻ ഈ സൈനബ് വിഷയമൊക്കെ പറയുമ്പോൾ ഒരു മിതത്വം പാലിക്കാറുണ്ട്. കാരണം എല്ലാവരും ഈ വീഡിയോ കാണണമല്ലോ. അപ്പോൾ സൈനബിൻ്റെ വിഷയം ഉദ്ധരിച്ച് അൽ അഖ്സാബ് എന്ന് പറയുന്ന 33-ാം അധ്യായത്തിൻ്റെ 50 വചനമൊക്കെ എടുക്കുമ്പോൾ ഞാനതിൽ ഭാഷയിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്താറുണ്ട്. എന്നാൽ ഇവിടെ അക്ബർ സാഹിബ് പറയുന്നത് നമ്മുടെ സൈനബിനെ മാണിക്യക്കൊട്ടാരത്തിലെ ചക്രവർത്തിയായ, മാനവരിൽ മഹോന്നതനായ, എക്കാലഘട്ടത്തിലെയും മനുഷ്യരാശിയുടെ മാതൃകാ പുരുഷനും ഒക്കെയായ മുഹമ്മദ് തുണി പൊങ്ങി കണ്ടു എന്നാണ്. എൻ്റെ സാഹിബേ, ഈ ഭാഷയൊക്കെ ഒന്ന് പരിഷ്കരിക്കണ്ടേ? കുറഞ്ഞ പക്ഷം നിങ്ങളൊക്കെ ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തെപ്പറ്റി, അള്ളാഹുവിനേക്കാൾ കേവനായിട്ട് നിങ്ങൾ പുകഴ്ത്തുന്ന ഒരു മനുഷ്യൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ സംസാരിച്ചത്. സംഗതിയൊക്കെ ശരിയാ, എന്നാലും ഇങ്ങനെയൊക്കെ ഒരു ഭാഷ ഉപയോഗിക്കാവും. ഇതേ സ്ഥാനത്ത് ഈ മനുഷ്യൻ ഉപയോഗിച്ച ഭാഷ ഞങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഈ അനിൽ മുഹമ്മദ് കത്തി തീരുകയല്ലേ, അലിയാർ കാസിമി വന്ന് തല വെട്ടുകയല്ലേ, ഭൂമുഖത്ത് ഇവനെയൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ടില്ലെന്നും പറഞ്ഞ് അലിയാർ കാസിമി കോല നടപ്പിലാക്കത്തില്ലേ? എന്താണിത്? അല്ല, ഇതൊക്കെ നേരാണോ? ഞങ്ങൾ പറയുമ്പോൾ കള്ളമാണെന്നും അനിൽക്കുടത്തോട്ടം നുണ പറയുന്നതെന്നും ഒക്കെയാണ് പറയുന്നത്. ഇത് വാസ്തവത്തിൽ സംഭവിച്ചാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണെങ്കിൽ അങ്ങനെ കാട്ടിയ ആ മനുഷ്യനും നമ്മുടെ ഇപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മനുഷ്യരും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസമുണ്ട്. കാരണം
ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ആളുകളൊക്കെ വന്ന് ഈ മാനിൽ നിന്ന് കുറേ കൂടി അടവുകൾ പഠിച്ചിട്ട് പോകണം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ദക്ഷിണ വെച്ച് ഈ ആളിൻ്റെ മുമ്പിൽ നിന്ന് ചില പുതിയ സിദ്ധികൾ ഇവർ നേടിയെടുക്കാനായിട്ടുണ്ട്. അതല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ആധുനികതയുടേതോ അതല്ലെങ്കിൽ പ്രാചീനമായതോ ആയ ഏത് ധാർമ്മികതയുടെ അളവുകോൽ കൊണ്ടളന്നാലും ഒരിക്കലും ഒരാൾക്ക് നിരക്കാത്ത, ഒരു മാനിന് നിരക്കാത്ത, ഒരു ശരാശരി മനുഷ്യന് നിരക്കാത്ത തരത്തിലെ ദുഷ്പ്രവണതകളുടെ ഒരു സങ്കലനമാണ് നമ്മൾ ചരിത്രത്തിലും ഖുർആനിലും ഹദീസിലും കാണുന്ന മുഹമ്മദ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മുഹമ്മദിനെ എക്സ്പോസ് ചെയ്യുന്ന ഇടത്ത് നിങ്ങൾക്ക് അസാമാന്യമായ തൊലിക്കട്ടിയോ അതല്ലെങ്കിൽ അസാമാന്യമായ ഏതെങ്കിലും തരത്തിലെ വിധേയപ്പെടലോ ഇല്ല എങ്കിൽ നിങ്ങൾ ഇത് സഹിച്ചു പോകുന്ന പ്രയാസമാണ്. അതുകൊണ്ട് അൽ മുഹമ്മദിനെ പോലുള്ള ആളുകളും അലിയാർ കാസിമിയെ പോലുള്ള ആളുകളും പൊതുനിരത്തിലിറങ്ങി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ വിമർശിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, കവി പറഞ്ഞല്ലോ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അത് നടക്കരുതൊരിക്കലും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗതികേട് എന്ന് പറയുന്നത് ഇത്തരം ഒരാളെ നിങ്ങൾ മാതൃകാപുരുഷനായി കാണുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മാതൃക എന്തെന്ന് ചോദിച്ചിട്ട് ഒരുത്തനോട്ട് പറയാനുമില്ല, നാവ് ഉയരുന്നില്ല. കാസിമി പറയുന്നത് ലോകം ആദരിക്കുന്നതിന് മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് എന്തെല്ലാമാണ് ഞങ്ങൾ പറയുന്നത്, എന്നിട്ട് ഒന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണെന്നറിയണ്ടേ? 6 വയസ്സിൽ ആയിഷയുമായിട്ട് അദ്ദേഹം ലൈംഗികബന്ധം പുലർത്തി എന്നൊക്കെ പറയുക. ഇങ്ങനെയൊക്കെ പറയുന്നവരെ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കാവോ? 10 വയസ്സിലല്ലേ? എന്തൊക്കെയാണിത്? ഇത് കേട്ടിട്ട് ഈ ആളുകൾ പറയുന്നത് എന്താണ്? അതൊരു മഹത്തരമായ മാതൃക. ഇവിടെ ഞങ്ങൾ കൂടെ മുഹമ്മദിനെ വിമർശിക്കുന്നത് ജനങ്ങളറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സമൂഹം മനസ്സിലാക്കണം. അവരാചാര്യനായിട്ടോ മാതൃകാപുരുഷനായോ കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് സദാചാര ബോധത്തിൻ്റെ പ്രാഥമിക പാഠം പോലും ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ചോദിച്ചാൽ പറയുന്ന മറുപടി എന്താണ്? ആ മറുപടി വളരെ ഫലിതമല്ലാതെ ഒന്നും പറയാനില്ല. അതുവരെ ആ നാട്ടിൽ നിലനിന്നിരുന്നു ദത്തുപുത്ര സമ്പ്രദായം എന്നൊന്ന്. അങ്ങനെ നിലനിൽക്കവേ അതൊന്ന് മാറ്റിമറിക്കാൻ അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹ് അവിടെ ഉപയോഗിച്ചു. എന്തെല്ലാം മ്ലേച്ഛതകളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതായത് അള്ളാഹ് റസൂലും കൂടി ആലോചിച്ചിട്ട് ഈ സൈനബിനെ പിടിച്ച് ഒരു താല്പര്യവുമില്ലാതിരുന്ന സെയ്ദിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. സെയ്ദിനും സൈനബിനും മനസ്സില്ല, പക്ഷേ അള്ളാഹും റസൂലും ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സത്യവിശ്വാസി മാറരുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ചേൽപ്പിക്കുന്നു. ഒടുക്കം മാനസപുത്രനെ കാണാൻ വേണ്ടി മഹോന്നതൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ അക്ബർ പറഞ്ഞ അതേ രൂപത്തിൽ ആ സ്ത്രീയെ കണ്ടു. എന്ന് വെച്ചാൽ തുണി പൊങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അള്ളാൻ്റെ തിരുദൂതർക്ക് അവളോട് ലൈംഗികമായ അഭിനിവേശമുണ്ടായി. എന്നിട്ട് സെയ്ദിനെ കൊണ്ട് മൊഴി ചൊല്ലിച്ചു, എന്നിട്ട് സ്വന്തമാക്കി. ഇതാ കൃത്യമായി തിറക്കിക്കൊടുത്ത് നമ്മുടെ അള്ളാഹ് എന്ന ഗോത്രദേവൻ രക്ഷിച്ചു. ഞങ്ങളിതാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഈ രൂപത്തിലെ ഭാഷയിൽ പറയാറില്ല, അത് മോശമാണ്. എന്നാൽ ഈ ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകൾക്ക് ഹദീസ് എന്താണെന്ന് അറിയില്ല, ഖുർആൻ എന്താണെന്ന് അറിയില്ല. ഇതേക്കുറിച്ചൊരു ചർച്ച നടത്താൻ വേണ്ട യാതൊരുവിധ വൈജ്ഞാനിക സമ്പത്തും ഇല്ല. എന്നാൽ അക്ബർ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് ഇതിൽ സംസാരിക്കുന്നത്, അവർക്കിതിലൊക്കെ ബോധ്യമുണ്ട്. പക്ഷേ ഇപ്പുറത്ത് ഞങ്ങൾ കൊടുക്കുന്ന മറുപടി കേട്ടിട്ട് ഞങ്ങൾ ചീത്ത പറയുന്നു, കഴിഞ്ഞ പറഞ്ഞ് ചളിയടിക്കുന്നു. ഇതൊക്കെ ചളിയടിക്കുന്ന കാര്യം തന്നെയാണ്. ജീവിതം തന്നെ ചളിയടിച്ചു പോയ ഒരു വല്ലാത്ത മനുഷ്യൻ്റെ, ഒരു അധാർമികതയുടെ പര്യായമായ മനുഷ്യൻ്റെ അനുഗാമി നിന്നുകൊണ്ട് ഞങ്ങളെ സദാചാരം പഠിപ്പിക്കുകയാണ്. ഞങ്ങളെ വന്നിട്ട് ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾക്ക് തെറ്റി, അതുകൊണ്ട് നിങ്ങൾ നേരെ വരണം. ഞങ്ങൾ എങ്ങനെ നേരെ വരണം? ഈ കാണിച്ച രൂപത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിന്ന് ലോകത്തിലൊരു ധാർമ്മിക ശാസ്ത്രത്തിൻ്റെയും അതല്ലെങ്കിൽ ഒരു കോടതിയുടെ മുമ്പാകെ നിൽക്കാനായിട്ട് സാധിക്കില്ല. ഞാനിത് കൂടെ പറയുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട ഇസ്ലാമിക സ്നേഹിതർക്ക് കാര്യവും വിവേകവും ബഹദരിയും ഒക്കെ വരാൻ വേണ്ടിയാണ്. കുറേയൊക്കെ വന്നിട്ടുണ്ട്, അതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇവിടെ ഡോക്ടർ അനിൽ മുഹമ്മദിനെ ഇനി ഞാനങ്ങനെ വിടാൻ പദ്ധതിയിട്ടിട്ടില്ല. കുറേ നാൾ ഞാൻ താങ്കൾക്കൊപ്പം കാണും. കാരണം ഈ ഈസയുടെ കാര്യം പറഞ്ഞ പോലെ വെറുതെ ഇരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ തരാതിരിക്കാനൊക്കെ എൻ്റെ വെല്ലുവിളിച്ചിട്ട് ഇപ്പോൾ ഫേസ്ബുക്കും പൂട്ടിക്കെട്ടി വീട്ടിൽ കയറി. കാരണം ഇത് മുഖാമുഖ സംവാദത്തോടെത്തുമ്പോൾ
ഉത്തരം തന്നില്ല. ഇത് പറയാൻ പറ്റില്ല. കാരണം അഭിമുഖമായി വന്നിരിക്കാനുള്ള വെല്ലുവിളി സ്വീകരിച്ചും പോയി, വരാതിരിക്കാനും വയ്യ. അപ്പോൾ ഇത്തരക്കാർ ഇതിനെ സ്വീകരിക്കുന്നൊരു ചെറിയ പൊടിക്കൈയുണ്ട്. സകല ഇസ്ലാം സംവാദകരെയും ഇസ്ലാമിക സുഹൃത്തുക്കൾ നോക്കിക്കൊള്ളണം. എന്താണെന്നറിയണ്ടേ? അവർക്കൊരടവുണ്ട്. ഞാനിത് ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അടവെന്താണെന്നറിയണ്ടേ? ഈ സംവാദം ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ, അതിൻ്റെ സാധ്യതകൾ മൂത്ത് വരുമ്പോൾ ഇവർ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഊരും. ഒന്നാമത്തെ കാര്യം, അനിൽക്കുടത്തോട്ടത്തെ പോലെയോ അനിൽകുമാർ അയ്യപ്പനെ പോലെയോ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയോ ഉള്ള ആളുകളുടെ അരികിൽ സംവാദത്തിനില്ല. കാരണം അവർ മാന്യമായ ഭാഷയെ സംസാരിക്കുന്നില്ല. എന്താ ഈ തുണി പൊങ്ങിയെന്ന് സ്വന്തം ആചാര്യനെ പറ്റി, അതായത് സൈനവിൻ്റെ തുണി പൊങ്ങിയപ്പോൾ കാമാസക്തനായി എന്ന് സ്വന്തം ആചാര്യനെ പറ്റി ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന മാന്യദേഹം വന്നിട്ട് പറയുന്നത് ഇതേ കാര്യം കുറേ കൂടി മാന്യമായൊരു ഭാഷയിൽ വസ്ത്രം നീങ്ങി എന്നൊക്കെ പറയുന്ന ഞങ്ങളോട് വന്ന് ഈ ആക്ഷേപത്തിന് വരുന്നത്. സത്യത്തിൽ ഇവിടെ ആരെങ്കിലും മോശം ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ബറല്ലേ. മോശം ഭാഷ ഉപയോഗിച്ച അക്ബറിൻ്റെ രീതി തെറ്റല്ല. കാരണം സംഭവം കറക്റ്റാണ്, ഒരു വസ്തുത കറക്റ്റാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വേദനയാണ് ഇങ്ങനെ ആടിപ്പാടിയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും ഇത് വളരെ ശാന്തസുന്ദരമായി ഇതിന് തത്തുല്യമായ മറ്റൊരു സംഭവം തഹരീം എന്ന അധ്യായത്തിൽ നിന്ന്, സൂറത്തുൽ തഹരീം, നമ്മുടെ മദനി സൂചിപ്പിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിനിപ്പം കേൾപ്പിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. കാരണം ഇത് എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയ ഒരു വെറൈറ്റി ഉള്ള ക്ലിപ്പായതുകൊണ്ട് ഡോക്ടർ അലി മുഹമ്മദിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി എന്നുള്ളത്. അദ്ദേഹം ഏതിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരാളാണ്. സ്വന്തം സമൂഹത്തിലെ തെറ്റിനെതിരെയും വിരൽ ചൂണ്ടുമെന്നൊക്കെ വീമ്പിളക്കുന്ന ഒരു ആദർശവാദിയാണ് ഇദ്ദേഹം. ഈ അക്ബർ സാഹിബിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്നുകിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ മോശമാണെന്നും ഒക്കെ പറയാൻ ധൈര്യം കാണിക്കണം. അതല്ലെങ്കിൽ മുഹമ്മദ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ധൈര്യം കാണിക്കണം. ഇതുമല്ലെങ്കിൽ മുഹമ്മദ് കാണിച്ച ശരിയാണ്, അതിലൂടെ സമൂഹം എന്ത് പഠിക്കണം എന്നുള്ള ഒരാശയമെങ്കിലും പറയണം. ഇനി ഞാനിത്രയൊക്കെ പറഞ്ഞതേ ഈ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം ചില കാര്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നു, അതുതന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ ഒന്നുകൂടി പറഞ്ഞത്, ഈ സംവാദത്തിൽ നൂരാൻ വേറൊരു അടവുണ്ട്. എന്താണെന്നറിയട്ടെ? ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരു ഉപാധി വെക്കും. ആ ഉപാധി എന്താണെന്ന് വെച്ചാൽ, ബൈബിളുമായിട്ട് ഞങ്ങൾ ബൈബിളും അനുബന്ധ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ തുറന്നു പറയും. നിങ്ങൾക്ക് ചരിത്രമോ സാഹിത്യമോ ബൈബിളോ അനുബന്ധ കൃതികളോ ഈ അപ്പോക്രിഫയോ ഏതും എടുക്കാം. പക്ഷെ അവർ പറയും നമുക്ക് ഖുറാൻ മാത്രം മതി എന്ന് പറയാൻ കാരണം എന്താ? മാനവരിൽ മഹോന്നതൻ എക്സ്പോസ് ചെയ്യപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത് ബുഖാരിയും മുസ്ലിമുമാണ്, പിന്നെ ഇബ്നു മാജയാണ്, പിന്നെ അബൂദാവീദാണ്, പിന്നെ നസായിയാണ്. അപ്പോൾ ഇത്തരക്കാർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പൊതുജനസമക്ഷ ആളുകൾ കേട്ടാൽ തലയിൽ മുണ്ടിട്ടോടൂലേ? അലിയാർ കാസിമി പറഞ്ഞത് ആളുകൾ തലയിൽ മുണ്ടിട്ടോടും. ആര്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ അല്ലെന്ന്. അതൊക്കെ പരിഹരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു മെക്കാനിസമൊക്കെ അവിടെ ഉണ്ട്. നമുക്കറിയാമല്ലോ എന്തെങ്ങനെയായി തീരുമെന്നൊക്കെ അറിയാം, ഈ സംഭവങ്ങൾ എവിടെ പോയി നിൽക്കുമെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഇപ്പുറത്ത് തലയിൽ മുണ്ടിട്ടിട്ടുണ്ട് ആരാന്നറിയണ്ടേ? വാസ്തവത്തിൽ ഇബ്നു മാജയും നസായിയും ഒക്കെ എഴുതിയ, അതല്ലെങ്കിൽ ബുഖാരി എഴുതിയ, സഹീഹ് മുസ്ലിം എഴുതിയ നബിയുടെ ദിനചര്യകളെ പറ്റിയുള്ള പരാമർശങ്ങളടങ്ങുന്ന ഹദീസുകൾ കൃത്യം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒന്നീ പറയേണ്ടി വരും പീറ ഹദീസ്, ദുർബല ഹദീസ്, ക്രിസ്ത്യാനി ഉണ്ടാക്കിയ വ്യാജ ഹദീസ്. അതിന് ഞങ്ങൾ നിൻ്റെ മാനുവലായ കോപ്പി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസൊക്കെ പ്രസിദ്ധീകരിച്ചത് വാങ്ങി അടുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ? നിങ്ങൾ വ്യാജം അടിക്കും ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. എടുത്ത് കാണിക്കാൻ പാകത്തിന്, സംവാദ വേദികളിൽ വന്നാൽ എടുത്ത് ബോധ്യപ്പെടുത്താൻ പാകത്തിന്. നിങ്ങൾ വന്നില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഭീരുത്വം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് അൽ മുഹമ്മദെ, ഈ എഴുതിയിൽ എണ്ണ ഒഴിച്ചു പാവം മുഹമ്മദ് ഈസയൊക്കെ വഴിയാധാരമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി അദ്ദേഹം വന്നാൽ കുഴപ്പം എന്താ? നല്ല ഡീസൻ്റായിട്ട് തോക്കും. കാരണം എന്താ? ചർച്ച ചെയ്യുന്നത് പൗലോസിൻ്റെ ധാർമ്മികത, യേശുവിൻ്റെ ധാർമ്മികത. അദ്ദേഹം ഒരു അനുഗാമിയെ മുമ്പിലോട്ട് നിർത്തിയിട്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ഇത് പൗലോസിൻ്റെ ധാർമ്മികത, മുഹമ്മദിൻ്റെ ധാർമ്മികത. അതങ്ങോട്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം തന്നെ ഇത്തരം ആളുകളെ കല്ലെറിയും. കാരണം കല്ലെറിയുന്നത് എന്തിനാണെന്നറിയണ്ടേ? മുഹമ്മദ് അത് ചെയ്തതിലല്ല, അത് വന്ന് ക്രൈസ്തവരുടെ സമക്ഷം സമ്മതിച്ചിട്ട് പോയല്ലോ എന്ന് ഓർത്ത് ഓടിച്ചു വിടും. അതുകൊണ്ട് നിങ്ങൾ ഈ ഹേമ കമ്മിറ്റിയൊക്കെ വിമർശിക്കുന്നതിന് മുമ്പ് ഒരാത്മവിമർശനത്തിന് തയ്യാറെടുക്കണ്ടേ? ഒരു സ്വയ പരിശോധനയ്ക്ക് അത് വേണ്ടേ? ഇവിടെയാണ് ഒരു വിഷയം പഠിക്കേണ്ടത് ഇത്തരത്തിൽ. അപ്പോൾ ചില ചോദ്യങ്ങൾ എൻ്റെ നേരെ നിങ്ങൾ ചോദിക്കാം. എന്താണ് ചോദ്യം? അബ്രഹാമിൻ്റെ ജീവിതം, യാക്കോബിൻ്റെ ജീവിതം, ഇവിടെയൊക്കെ ബഹുഭാരിത്വം ഉണ്ടായിരുന്നില്ലേ? ഇവരുടെ മറ്റൊരടവാണത്. ഈ ബഹുഭാരിത്വത്തെ അല്ല ഞാൻ വിമർശിക്കുന്നത്. ഒരാൾ യുദ്ധം ചെയ്തതുമല്ല, രാഷ്ട്രതന്ത്ര പ്രാധാന്യമുള്ള ഒരു യുദ്ധം ചെയ്യുന്നതിലോ
അതല്ലെങ്കിൽ ഭരണാധികാരി എന്ന നിലയിൽ ഒരാക്ഷൻ നടത്തുന്നതോ ഒരാൾ ബഹുഭാരിത്വം അനുഷ്ഠിച്ചതോ ഒന്നും എൻ്റെ വിമർശന വിഷയമല്ല. മറിച്ച് അതിന് നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ വഴികളിലൂടെ ദൈവത്തിൽ നിന്ന് ഉത്തരവ് സമ്പാദിക്കുന്നു എന്ന് വ്യാജം പറഞ്ഞിട്ട് ധാരാളം സ്ത്രീകളെ പ്രാപിക്കാൻ ഒരു മനുഷ്യൻ കാണിക്കുന്ന കുരുട്ടുബുദ്ധിയുടെ പ്രതിഫലനങ്ങൾ ഖുറാനിൽ കാണാൻ സാധിക്കുന്നു. ഇത് കണ്ടതുകൊണ്ടാണ്. അത് കണ്ടത് മാത്രമല്ല, എന്നിട്ട് ബൈബിളിനെ ആസ്പദമാക്കിയ വിമർശനം നടത്തുമ്പോൾ രചിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അന്യൻ്റെ ഭാര്യ ദാവീദിൻ്റെ കിടപ്പറയിൽ എന്നൊക്കെ പറഞ്ഞ് നല്ല സൂപ്പർ ആക്ഷേപം നടത്തിയിട്ട് തിരിച്ചിത് കിട്ടുമ്പോൾ കരഞ്ഞിട്ട് പറയുക, ഞങ്ങളേ ചളിയടിക്കുന്നു. ചളിയടിക്കുന്നത് ഞങ്ങളല്ല. കണ്ട അനിൽ മുഹമ്മദേ, വെറുതെ വന്ന് വാങ്ങിക്കെട്ടരുത്. ആ ചിരി പോരാ ജാള്യത മറയ്ക്കാൻ. ചുരുക്കി പറഞ്ഞാൽ സമൂഹമധ്യേ നിന്ന് നിങ്ങൾ വിവസ്ത്രനാകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ അൺമാസ്ക് ചെയ്യും. ആ അവസ്ഥയുണ്ടാവും. വെറുതെ പോയിട്ട് ഈ ഹേമ കമ്മിറ്റിയിലൊക്കെ ചെന്ന് നിങ്ങൾ തലകിടാൻ പാകത്തിനുള്ള ഒരു യോഗ്യതയും നിങ്ങളുടെ പ്രവാചകനില്ല. ഇന്ന് ഇവിടെ സൂചിപ്പിച്ച് കേൾക്കുന്ന മുഴുവൻ ആളുകൾ എടുക്കുക, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ള ആളുകളൊക്കെ എടുക്കുക. അവരൊക്കെ മുഹമ്മദിനേക്കാൾ എത്രയോ 10,000 മടങ്ങ് നിലവാരം കൊണ്ട് മുകളിലാണ്. അങ്ങനെയല്ലേ? അവരെന്താ ചെയ്തത്? അവർ ഇവരോട് അവരുടെ ലൈംഗികമായ താല്പര്യം അറിയിച്ചു. ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല. ചിലരൊന്ന് കടന്ന് കയ്യിൽ പിടിച്ചു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ സ്ത്രീകൾ പരാതിപ്പെട്ടു. അതിന് ഈ രാജ്യത്ത് നിയമമുണ്ട്. ആ നിയമം അങ്ങനെ അതിക്രമം കാണിച്ച ആളുകളെ ശിക്ഷിക്കും. അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആളുകളെ പ്രലോഭിപ്പിച്ച് വശംവദരാക്കി അവരുടെ ശാരീരിക താല്പര്യങ്ങൾക്ക് വിധേയപ്പെടുത്തി. മുഹമ്മദ് അങ്ങനെ അല്ലല്ലോ. സൗത്ത് എന്ന തോട്ടത്തിൽ എന്താ നടന്നത് താങ്കൾക്കറിയില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് എത്ര കഥകൾ അറിയണം. സ്വന്തം ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരി സ്ത്രീയോട് ഇത്തരത്തിൽ രതിക്രീഡയിൽ ഏർപ്പെടുക, എന്നിട്ട് ഞാനിനി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് പറയുക, എന്നിട്ട് പിന്നെ പടച്ചവൻ ഇറങ്ങിയിട്ട് പറയുക, ഒരു കുഴപ്പമില്ല മോനെ, നീ പൂർവാധികം ശക്തിയോടെ തുടർന്നോണം, അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്ന വിശേഷ വിഭവങ്ങൾ വേണ്ടെന്ന് വെക്കല്ലേ. ഇത്തരത്തിലെ ഈ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഇതൊരു മനുഷ്യൻ വെറുതെ എഴുതി ഉണ്ടാക്കിയതാണെന്നും ഈ കിതാബ് ഉണ്ടായതുകൊണ്ട് പ്രയോജനമുണ്ടായത് അദ്ദേഹത്തിനും സ്വന്തം വീട്ടുകാർക്കും ആ കുലത്തിനും മാത്രമാണെന്നും കഷ്ടപ്പെട്ട് ജീവിച്ച പല ആളുകളെയും സ്വത്ത് കയ്യാളിക്കൊണ്ട് അതൊക്കെ സ്വന്തം കീശയിലാക്കി വെച്ചിട്ട് അങ്ങനെ ജീവിതം നയിക്കാൻ, പണിയെടുക്കാതൊക്കെ ജീവിതം നയിക്കാൻ അവസരമുണ്ടായ ആളാണെന്ന് നിങ്ങൾക്കറിയാം. ഈ കൂടെ ഡോക്ടർ അനിൽ മുഹമ്മദ് ഞങ്ങളെയൊക്കെ വിമർശിക്ക് പറയാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുമാനം ഉണ്ടാക്കുന്നു. പുള്ളി ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാനെന്നാ പറയുന്നത്, താങ്കൾക്ക് വേണേൽ ഞാൻ കുറേ അയച്ചു തരാം, ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ആവശ്യം നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞൊന്ന് അയച്ചാൽ മതി, പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്നുള്ള നിങ്ങളെ സഹായിക്കുക. അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇത്തരം ജീവിതത്തിലൊരിക്കലും ഇത്തരത്തിൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതൊക്കെ പോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ബാലിശമായ തർക്കങ്ങളുടെ ഒന്നും പിന്നാലെ പോകുന്നില്ല. ഏതായാലും ഡോക്ടർ ചെന്നിട്ട് ഇത്തരം കമ്മിറ്റിയിലൊക്കെ തലയിട്ടിട്ട് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ പ്രോഫിറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു വഴിയുണ്ട്, അയ്യോ തെറി വരുന്ന ഒരൊറ്റ ഓട്ടോ കൊടുക്കും. അല്ലെങ്കിൽ പറയും നിലവാരമില്ലാത്ത ഏതാണ്ട് കാര്യം പറഞ്ഞു. സുഹൃത്തെ, യാതൊരു നിലവാരവും അതിലില്ലെന്നല്ലേ ഈ സമ്മതിക്കുന്നത്. യുക്തിയുടെ ഏത് വശം കൊണ്ടാണ് അത് വിലയിരുത്തുന്നത്? എന്നോട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, ഈ പച്ചപ്പൊട്ടൻ എന്നെ ചൂണ്ടിയാണ് പറയുന്നത്, ഈ പച്ച നിറമുള്ള പൊട്ടൻ എന്നൊക്കെ പുള്ളി വിളിച്ച ഭയങ്കര വിവാദമായൊരു കാലമുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയട്ടെ, 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയെ ഇന്നത്തെ ധാർമ്മികത ചളക്കാമോ എന്നാണ് ചോദിച്ചത്. എക്കാലത്തിലും ധാർമ്മികതയ്ക്കൊരു സ്ഥായി ഭാവമുണ്ട് സാറേ. അത് പൂർവികർ പലരും തെറ്റിച്ചിട്ടുണ്ട്. ആ തെറ്റിനെ തെറ്റായി കാണും. എന്നോട് ചോദിക്കുക, അബ്രഹാമിൻ്റെ ബഹുഭാരിത്വത്തെ എങ്ങനെ കാണുന്നു? അക്കാലഘട്ടത്തിൽ നടന്നതാകാം. തെറ്റാണോ വെച്ചാൽ തെറ്റ് തന്നെയാണ്. അതിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നു? ഇപ്പോൾ പ്രവാചകന് തെറ്റിയെന്ന് പറയാം. പ്രവാചകൻ മനുഷ്യനാണെന്ന്. മനുഷ്യന് തെറ്റിയെന്ന് പറയാൻ ഒരു മടിയുടെ ആവശ്യമില്ല. ഇവർക്കൊക്കെ തെറ്റിയിട്ടുണ്ട്. ആ തെറ്റിൽ നിന്ന് തിരുത്തലുകൾ ഉൾക്കൊണ്ടാണ് ഒരു പരിഷ്കൃത സമൂഹം രൂപപ്പെടുന്നത്. ആ പരിഷ്കൃത സമൂഹത്തിൻ്റെ രൂപവൽക്കരണമാണ് യേശുക്രിസ്തു ചെയ്തത്. യേശുക്രിസ്തുവിലോ 12 അപ്പോസ്തലന്മാരിലോ ക്രിസ്തീയമായ ആ കാലഘട്ടത്തിലെ അതിൻ്റെ വക്താക്കളിലോ നിങ്ങൾക്ക് ഇത്തരം ന്യൂനതയുടെ, അപശ്രുതിയുടെ, തെറ്റായ ജീവിതത്തിൻ്റെ ഒരു കണികയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് വേണേൽ സമകാലികങ്ങളായ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടുവരാം. എന്തെന്നാണ്, ഒരു ബിഷപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ പേരിലോ പാസ്റ്റർമാരുടെ പേരിലോ ഒക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് വിമർശിക്കാം, ഞാൻ എതിർക്കില്ല. പക്ഷെ ഒരു കാര്യം, ഇത് മദ്രസയിൽ ഇല്ലെങ്കിലേ എതിർക്കാവൂ. അതുകൊണ്ടാണ് ഞാൻ മദ്രസയിലുള്ള സംഭവങ്ങളെ ഞാനായിട്ട് വിമർശിക്കാത്തതുകൊണ്ടാ. എൻ്റെ സമൂഹം ഇതിൽ നിന്ന് മുക്തമൊന്നുമല്ല. എല്ലാ സമൂഹത്തിലുമുള്ള അപശ്രുതിയും അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പ്രതിസന്ധികളും ഇവിടെയുണ്ട്. സമൂഹം കൂടുന്നിടത്തൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് കൂടുതലും കുറവുമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ഒരു ഗ്ലാമറസ് ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ മേഖലയിൽ
ലോകത്തിൻ്റെ എല്ലായിടത്തും സംഭവിക്കാവുന്ന തരത്തിലെ പ്രശ്നങ്ങൾ ഈ രൂപത്തിൽ കേരളത്തിൽ സംഭവിച്ചു. അത് വേദനാജനകവും മോശവുമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പവർ ഗ്രൂപ്പോ ഇവരൊക്കെ ശിക്ഷിക്കപ്പെടണം അങ്ങനെ ശരിയാണെങ്കിൽ. പക്ഷെങ്കിൽ ഇത് പറയുമ്പോൾ ഇതേ വിഷയം മതങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, ഇതേ പ്രശ്നങ്ങൾ രാഷ്ട്രീയ തലത്തിലുണ്ട്. ഇവരിൽ മാത്രമല്ലത്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫീൽഡിൽ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരേ തലത്തിൽ നിൽക്കുന്ന ആളുകൾ അവസരത്തിന് വേണ്ടിയോ ചൂഷണത്തിന് വേണ്ടിയോ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കീഴടക്കുന്ന മാനസികാവസ്ഥയും തമ്മിൽ ഏതാണ് മ്ലേച്ഛം? ദൈവം പറഞ്ഞു നീ എനിക്ക് ഭാര്യയാകണം, ദൈവം പറഞ്ഞു നിൻ്റെ ശരീരം എനിക്കിതാ, അല്ലെങ്കിൽ ദൈവം നിന്നെ ഇന്നലെ കാണിച്ചു, നിന്നെ ഒരു പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടി, കാരണവരടുത്ത് എന്നിട്ട് പറയുക ഈ കൊച്ചു പെണ്ണിനെ എനിക്ക് കെട്ടിച്ചതാ. ഇതൊക്കെ ദൈവത്തിൻ്റെ പേര് കൂടി പറഞ്ഞിട്ട് സ്വന്തമാക്കുന്ന ഇത്തരത്തിലെ അധർമ്മത്തേക്കാൾ എത്രയോ ഭേദമാണിത്. തന്നെയല്ല, ഇയാളെ ഒന്നും ശിക്ഷിക്കാൻ ആരുമില്ല, എന്നിട്ടും വാഴ്ത്തി പുകഴ്ത്തുക ഇത്തരം ആളുകളെ. അപ്പുറത്ത് ഇവിടെ ഒരു കെട്ടുറപ്പുള്ള ഭരണമുണ്ട്, ഇവിടെ ഒരു കോടതിയുണ്ട്. ഇത്തരം ഒരു നിയമത്തിനും വശപ്പെടാതെ നേരെ ദൈവിക ന്യായവിധി ഉണ്ടാകാം, അത് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? ഇത്തരം മ്ലേച്ഛന്മാർക്കൊക്കെ ദൈവം ന്യായവിധി വെച്ചിട്ടുണ്ട്. ഈ വാഴ്ത്തി പുകഴ്ത്തി ഇത്തരം അധർമ്മികളെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തുംഗങ്ങളിൽ കൊണ്ടുവന്നിട്ട് അതുപോലെ മറ്റു മതസ്ഥരും ഇദ്ദേഹത്തെ പാടി പുകഴ്ത്തി ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ട്. ഒരാകാശം ഇടിഞ്ഞു വീഴില്ല, ഒന്നും സംഭവിക്കാനില്ല. ഇത്തരം മ്ലേച്ഛന്മാരെയൊന്നും ഞങ്ങളാരും സ്തുതിക്കുകയില്ല, ഞങ്ങളാരും പുകഴ്ത്തത്തില്ല. അതിൻ്റെ കാരണം എന്താ? അതിന് കോമൺ സെൻസ് മതി. ഡോക്ടർക്ക് മനസ്സിലായോ? അപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന ചൂഷണത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും വലിയ കഥകൾ എല്ലാ മതത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരു സ്വാമി അകത്ത് കിടപ്പില്ലേ വർഷങ്ങളായിട്ട്, വീടൊക്കെ കണ്ടയാൾ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്വാമിക്കും ഈ പുള്ളിക്കും തമ്മിൽ എന്താ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ആ സ്വാമി ഇപ്പം ആ ജയിലിൽ നിന്ന് പറഞ്ഞ ഗുർമീതോ മിസ്റ്റർ ഗുർമീത് എന്ന് പറയുന്ന ആ സ്വാമി ഇല്ലേ, സച്ചാ സൗദ എന്നൊക്കെ പറഞ്ഞ ഏതാണ്ടൊരു സംഘടന, അതിൻ്റെ ആളായിട്ട് കുട്ടികളെ പീഡിപ്പിച്ച ആ സ്വാമിയും മറ്റേ നമ്മുടെ 6 വയസ്സുകാരിയെ 53-ാം വയസ്സിൽ സ്വന്തമാക്കി 9-ാം വയസ്സിൽ അവളോട് വീട് കൂടിയ കാരണവരും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടുപേരും ദൈവത്തെ ഇതിനുപയോഗിച്ചു, ആധ്യാത്മികത ഇതിനുപയോഗിച്ചു. അതുപോലെയാണോ താങ്കൾ വീഡിയോ ഇട്ടിരിക്കുന്ന ആ കക്ഷികൾ, ഈ സിനിമാ നടന്മാർ ആരെങ്കിലും പറഞ്ഞോ നീ എനിക്ക് വഴങ്ങിത്തരിക കാരണം ഈശ്വരൻ എന്നോട് ഇങ്ങനെ പറയുന്നു, ഇതുവല്ലം പറഞ്ഞോ? അന്നും പറഞ്ഞില്ല, അന്നും അവർ പറഞ്ഞില്ല. അപ്പോൾ അവരെ മ്യൂച്വലായിട്ടുള്ള ആ എഗ്രിമെൻറ്റിൽ അവർ തമ്മിലുള്ള വാക്കിൽ എവിടേക്കോ പാളിച്ച പറ്റി. എന്തുമാകട്ടെ, ഇത്തരം കാര്യങ്ങളിൽ പോയി തലയിട്ടിട്ട് വരുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ വന്ന് സംഭവിക്കുമ്പോൾ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു മറുപടി അന്തസ്സുണ്ടേ പുറമാഷെ? നിങ്ങൾ ചിരിച്ചു ഭയങ്കര ആഘോഷത്തിനായി കാര്യങ്ങളെ നേരിടുന്ന ആളല്ലേ, അന്തസ്സുണ്ടെങ്കിൽ ഒരു മറുപടി പറ ഈ വിഷയം വെച്ചിട്ട്. ഏതാ അൽ അഹ്സാബ് 30 അല്ലെങ്കിൽ 33 സൂറ 33 അതുപോലെ സൂറ 66 വെച്ചിട്ട് എനിക്കൊരു മറുപടി തരാൻ. ഏത് വിഷയം? അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെയും കൂടെ ആധാരമാക്കിയിട്ട് നിങ്ങൾക്കൊരു മറുപടി തരാൻ ത്രാണിയുണ്ടോ മിസ്റ്റർ? അല്ലെങ്കിൽ ത്രാണിയുള്ള ഒരു ഉസ്താദിനെ കൊണ്ടുവരാമോ മിസ്റ്റർ? എന്തിനാണ് പറഞ്ഞെന്നറിയിട്ടെ? ഇവിടെയാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. വ്യത്യാസം പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ദൈവികതയോ ആധ്യാത്മികതയോ ഒന്നും ഇടകലർത്താതെ ലൈംഗിക അഭിനിവേശത്തിൻ്റെ പേരിൽ ചിലതരം ആളുകൾ, അതിൽ ഞരമ്പ് രോഗികളുണ്ട്, അല്ലാതെ പണം കൊടുത്ത് ഇത്തരം കാര്യങ്ങളിൽ പോകുന്നവരുണ്ട്, മറ്റ് ഓഫർ കൊടുത്ത് പോകുന്നവരുണ്ട്. അവർ നമ്മുടെ ഒരുപറ്റം സഹോദരിമാരെ മിസ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അത് ചിലർ അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അവരവരുടെ പരിഭവം സർക്കാർ ഏർപ്പെടുത്തിയ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മുമ്പിൽ പറയുന്നു. അത് നമുക്ക് വാർത്തയായിട്ട് കിട്ടുന്നു. അത് എല്ലാ മലയാളിയെയും പോലെ നമുക്കുള്ള പ്രശ്നങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതിനപ്പുറത്തൊരു കാര്യം, അത് അവരിൽ ഈ പറയപ്പെട്ട തഹരീമിലെയും അല്ലെങ്കിൽ അൽ അഹ്സാബിലും പറയുന്ന കാര്യങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തീരെ 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 ചെറിയൊരു കാര്യം, LKG ലെവൽ പോലും ഉള്ളൊരു കുറ്റമല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അൽ അഹ്സാബിൽ സ്വന്തം മാനസപുത്രൻ്റെ ഭാര്യയെ സ്വന്തമാക്കി, അക്ബറുടെ ഭാഷയിൽ പറഞ്ഞാൽ തുണി പൊങ്ങിയപ്പോൾ സ്വന്തം മരുമകളെ കണ്ടിട്ട് കാമപുളകിതനാകുന്ന ഒരു ആധ്യാത്മിക നേതാവാണോ നിങ്ങളിപ്പോൾ ആ ടോയ്ലറ്റ് പരാമർശമൊക്കെ നടത്തിയ ആൾക്കാരാണോ ഭേദം? തീർച്ചയായിട്ടും നമ്മുടെ നടന്മാർ ഒത്തിരി മാന്യന്മാരാണ്. പിന്നെ അവർക്ക് സാമാന്യ വിവരമൊക്കെ ഉള്ളതുകൊണ്ട് നബിയാണെന്നൊക്കെ ഒന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മലക്കിനെ കണ്ടു, മലക്ക് എനിക്കൊരു ആയത്ത് തന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ രക്ഷപ്പെടാം. അവർക്കും അനുഗാമികളുണ്ടാകും, ഫാൻസൊക്കെ ഉള്ളതല്ലേ. പക്ഷെ അവരാ തരംതാണ പണിക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ, വിചിന്തനം ചെയ്യാൻ ഒക്കെ സാധിക്കട്ടെ. ഇത്തരത്തിൽ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിങ്ങൾ വടി തന്നിട്ട് സ്വയം അടിയേറ്റു വാങ്ങുമ്പോൾ രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ആ വളിച്ച ചിരി ഒന്നുകൂടെ ചിരിച്ച് താങ്കൾക്ക് അവസാനിപ്പിക്കാം. ആ വിവാഹം നടന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ
അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഹായ് ജംഗ്ഷൻ ഡോക്ടർ, ജംഗ്ഷനിൽ തന്നെ ഇനി നിൽക്കണം, നമുക്ക് കാണണം, കവലേന്ന് പെട്ടെന്ന് കയറല്, ഇനിയും വരും, മനസ്സിലായില്ലേ? പുറകേ ഉണ്ട്. താങ്ക് യു.